സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എൻ്റെ സ്വന്തം വീട്ടിലെ കിണർ നന്നാക്കലാണ്. ഇതൊരു 2-3 വർഷമായി നന്നാക്കിയിട്ട്. അപ്പോൾ കിണറിൻ്റെ ചുറ്റിലും പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കിണറൊന്ന് വറ്റിച്ചിട്ട് അതിനുള്ളത്തെ ചെളിയൊക്കെ കോരണം. വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലെ ഏറ്റവും ആഴം കൂടിയ കിണറാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ആഴമാണ് ഈ കിണറിന്. അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നാക്കാനുള്ള ടീം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 7:30-8 മണിയാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ആഴം കൂടിയ കിണറാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു വീട് നിൽക്കുന്നത് കണ്ടില്ലേ, ഒരു കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ആ ഒരു കുന്നിൻ്റെ ടോപ്പാണ് ഈ കാണുന്നത്. പിന്നെ 4 ഭാഗത്തേക്കും താഴ്ചയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് വീടിങ്ങനെ വന്ന് ഈ ഒരു ഭാഗം മാത്രമുള്ള ടോപ്പ്. പിന്നെ കണ്ടില്ല, അങ്ങോട്ട് ഫുൾ ചെരിവാണ്. അങ്ങോട്ട് ഫുൾ സ്ലോപ്പായിട്ടാണ് കിടക്കണത്. അതേപോലെ 360-ൽ സ്ലോപ്പാണ്. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ടോപ്പായി കിടക്കുന്നത്. ബാക്കി കംപ്ലീറ്റ് ചെരിവാണ്. ഈ ഒരിടത്തെ കാലത്തായിട്ട് അവിടെ താഴേക്ക് ഒരുപാട് വീടുകളും കിണറൊക്കെ വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങളുടെ കിണറിലെ വെള്ളം ഇങ്ങനെ താവാൻ തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ ഇത് ടോപ്പാണല്ലോ. അപ്പോൾ അവിടെ കിണറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വലിയും. അതാണ് സംഭവിച്ചത്. അപ്പോൾ എന്തായാലും അവർ വരട്ടെ. അങ്ങനെ ജോലിക്കാരെത്തി. ഇത് ആഴവും വട്ടം കൂടിയ കിണറായതുകൊണ്ട് തട്ട് കെട്ടി വേണം ഇറങ്ങാൻ. അങ്ങനെ ആ ഒരു തട്ടൊക്കെ കെട്ടി 2 ആൾക്കാർ ഇതങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇറക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ പുല്ല് പറിച്ചിറങ്ങുകയാണ്. ചെറിയ കിണറാണെങ്കിൽ ഇവർക്ക് കയറിലിങ്ങനെ തൂങ്ങിയിരുന്ന് പുല്ല് പറിച്ചു പോവാം. പക്ഷേ ഇത് വട്ടവും ആഴവും കൂടിയത് കൊണ്ട് അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു തട്ടിൽ ഇവരെ ഇറക്കിയിരിക്കിയത്. കുറേ വർഷമായി കിണറൊക്കെ നന്നാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുല്ലും ചപ്പൊക്കെ പറിച്ചെടുക്കാനുണ്ട്. എല്ലാവരും ഒരേപോലെ ബാലൻസ് ചെയ്ത് വേണം ഈ വടം ഇറക്കാൻ. ആരെങ്കിലും ഒരാൾ കൂടുതലായിട്ട് വടം ലൂസാക്കിയാൽ ഇതിൻ്റെ ബാലൻസ് മൊത്തം പോവും. ആൾ താഴെ പോവുകയും ചെയ്യും. ഇവർ ചപ്പ് പറക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ടൗണിൽ പോയി വന്നു. തിരിച്ച് വന്നപ്പോഴത്തേനും ചപ്പൊക്കെ അവർ വെട്ടി ഇതാ കിണറ്റിൻ്റെ ഉള്ളിലത്തെ ചെളി കോരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിണറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയായി എന്ന് നോക്കാം. ഇതിപ്പോൾ പഴയ കിണറാണ് തോന്നുന്നു കേട്ടോ. ഇതൊരു പുതിയ കിണർ കുഴിച്ച പോലെ ആക്കിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവർ, കണ്ടല്ലേ. അപ്പോൾ മോട്ടർ കൊണ്ട് വെള്ളം വറ്റിക്കാനില്ലാത്തത് കൊണ്ട് അവർ വെള്ളം ഇതാ കോരിയാണ് ഒഴിവാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗോപ്രോ ഒന്ന് കിണറ്റിലേക്ക് ഒന്ന് ഇറക്കി നോക്കാം. ആ ഒരു കാഴ്ച കണ്ടു നോക്കാം. നമുക്ക് ഏതായാലും മടിയിൽ ഇറങ്ങിയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഗോപ്രോനെ നമുക്ക് താഴെ എത്തിച്ചിട്ടൊന്ന് കാണാം.
ഇത്ര ആഴത്ത് പോയിട്ടും നമ്മുടെ കിണറിൻ്റെ അടിയിൽ പാറ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിയിൽ ഉറപ്പില്ലാത്ത മണ്ണാണ്, ഭയങ്കര ഡേഞ്ചറാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഉറപ്പില്ലാത്ത മണ്ണ് എന്ത് ചെയ്യും, ഉറവയൊക്കെ അടയ്ക്കും. ഇങ്ങനെ ഉറവ വരുന്ന ആ ഭാഗത്തൊക്കെ ഇത് അടിഞ്ഞുകൂടി ഉറവ അടയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ കിണറിൽ വെള്ളം വറ്റണത്. അപ്പോൾ ഇനി ഇവർ ഈ മണ്ണൊക്കെ കോരിയിട്ട് ഉറവയൊക്കെ ക്ലീൻ ആക്കിയിടും. അപ്പോൾ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വാ Los. Ah. വേറെ വേണ്ടത് ഈ ഒരു എലിക്കുട്ടിനെ കയറ്റാൻ ചെറിയ കാരണം മതി. ല്ല മാതിരി പോണ്ട. അല്ല മെല്ലെ 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 ഉള്ളിക്കറക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ആദ്യത്തെ കിണറാണ് തോന്നേയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ആദ്യം ആ ചപ്പ് കൊണ്ട് നമുക്കിതിൻ്റെ അടിയൊന്നും ക്ലിയർ ആയിട്ട് കാണിരുന്നല്ലേ, ഇപ്പോൾ അടിയൊക്കെ കാണില്ലേ, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഉറവയൊക്കെ ചെറിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മോട്ടറാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളവരെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വൃത്തിയായിട്ടാണ് അവർ ചെയ്തു തന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു വല വാങ്ങിയിട്ട് ആ കിണറിനിടണം. ഇലയും അതുപോലെ തന്നെ ചപ്പൊന്നും ഉണ്ടാവാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഷെനുമോള് കണ്ടില്ലേ, ഒരു വലയൊക്കെ വാങ്ങി ആ കിണറിനിട്ടിട്ടുണ്ട്.